ആരെല്ലാം നിനക്കെതിരായാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും നീ ഭയപ്പെടേണ്ടതില്ല. കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു പ്രതികൂലത്തിനും നിന്നെ ഇല്ലായ്മ ചെയ്യാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധികൾക്കും നിന്നെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതെ, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ പ്രതിസന്ധികൾ നാം പലപ്പോഴും ആശ്രയം മനുഷ്യനിലേക്കായിരിക്കും. എന്നാൽ വചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ല. കാരണം അവസരം വരുമ്പോൾ ഈ മനുഷ്യൻ കാലും മാറും. സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യൻ്റെ തീരുമാനങ്ങൾ മാറ്റും. പിന്നെ പറയുന്നു, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. സാമ്പത്തികമായ ഞെരുക്കത്തിന് നടുവിലാണ് നീ നിൽക്കുന്നെങ്കിൽ നീ ആരെങ്കിലും ലക്ഷ്യം വെച്ച് ആശ്രയിക്കാൻ അവൻ നിന്റെ മുമ്പാകെ കൈമലർത്തും. എന്നാൽ ദൈവത്തോടുകൂടെ നീ ആയിരിക്കുമെങ്കിൽ, നീ ദൈവത്തിൽ ശരണപ്പെടുമെങ്കിൽ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്കൊണ്ട് പദ്ധതി ഒരുക്കും, നിനക്ക് വഴികൾ ഒരുക്കും. ദൈവം അതിനു വേണ്ടി താൻ തൻ്റെതായ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനുള്ളതായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുവാനിടയായി തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മളെ ദാനിയേൽ എന്ന മഞ്ഞ ഒരു മഹാനായ വ്യക്തി കാണാൻ കഴിയും. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ അവന് സ്ഥാനമാനങ്ങൾ യഥാർത്ഥമായും അവനിലേക്ക് വന്നപ്പോൾ 100 സംസ്ഥാനങ്ങൾ 3 അധ്യക്ഷന്മാരിൽ ഒരുവനായി അവൻ വിളങ്ങിയപ്പോൾ അവരുടെ മേലിൽ രാജാവ് അവനെ നിയമിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഈ പറഞ്ഞതായ അവൻ്റെ കൂടെയുള്ളതായ അധ്യക്ഷന്മാരും അവൻ്റെ കീഴിലുള്ള സകല പദവികളിലുള്ള സകല ഉദ്യോഗസ്ഥന്മാരും തനിക്കെതിരെ തിരിഞ്ഞു. തന്നെ എങ്ങനെയും ഭൂമിയെ നശിപ്പിക്കണം തീരുമാനിച്ചു. രാജാവിനോട് രാജാവിനെ കൊണ്ട് 3 ദിവസം രാജാവിനോടല്ലാതെ മറ്റാരെ കൊണ്ടും പ്രാർത്ഥിക്കരുതെന്നുള്ള കണ്ണിന് നിയമം പാസാക്കാൻ വിധം രാജാവിനെ പ്രലോഭിപ്പിച്ചു. അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ദാനിയേലിന് അറിയാം, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ് ഈ 3 അധ്യക്ഷന്മാരുടെ ശ്രേഷ്ഠ ഞാൻ വിളങ്ങാൻ കാര്യം. ഈ 2 അധ്യക്ഷന്മാരും മീതെ എന്നെ രാജാവ് നിയമിക്കാൻ നിശ്ചയിച്ചത് കാര്യവും എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. അവിടെ അവൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥമായി ഉറപ്പുണ്ട്, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ്റെ അടുത്ത് എന്ത് ചെയ്യും. അവൻ പതിപോലെ യെരുശലേമിന് നേരെയുള്ള കിളിവാതിൽ ദിവസം 3 നേരം തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ഈ കാര്യം ശത്രുക്കൾക്ക് അറിയാം. ശത്രുക്കൾ വന്ന് അവനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവിനോടുള്ള പ്രാർത്ഥന വിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. രാജാവിനെ വിവരം അറിയിച്ചു. ഈ ദാനിയേലിന്റെ ശത്രുക്കളെ ആളുകളുടെ പ്രലോഭനങ്ങൾ നിമിത്തം ദാനിയേലിനെ രാജാവ് സിംഹഗുഹയിലിട്ടു. എന്നാൽ ദാനിയേലിനെ സിംഹഗുഹയിൽ രാജാവ് മുഖാന്തരം ഇട്ടപ്പോൾ ദൈവം സിംഹങ്ങളുടെ വായ അടച്ചു. ദൈവം അനുകൂലമായി തീർന്നു. പിറ്റേ ദിവസം രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ദാനിയേലിന്റെ ഗുഹയുടെ വാതിക്കൽ നിന്ന് ദാനിയേലിനെ വിളിച്ചപ്പോൾ ദാനിയേൽ വിളി കേട്ടു. ദാനിയേൽ തൻ്റെതായ നിരപരാധിത്വം പറഞ്ഞു. ദാനിയേലിനെ ആ ഗുഹയിൽ നിന്ന് പുറത്താക്കി അവനെതിരെ ചട്ടം നിയമിച്ച
നിയമം ഉണ്ടാക്കിയ ആ സകല ആളുകളെ ആ സിംഹഗുഹയിലിട്ടു. ആ സിംഹങ്ങൾ അവരെ തിന്നുകളഞ്ഞു. ദാനിയേലിന് പ്രത്യേക ബഹുമാനവും ശ്രേഷ്ഠതയും ഉയർച്ചയും ലഭിച്ചതായിട്ട് പിന്നാലെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ശത്രുക്കളെ കണ്ട് ഭയപ്പെടണ്ട. നീ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടണ്ട. നീ എൻ്റെ ജീവിതത്തിൻ്റെ ഈ നാളിൽ നേരുന്ന കട്ടനട്ടങ്ങളെ കണ്ട് നീ ഭയപ്പെടണ്ട. വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ ബലമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതെ, നീ തീയിൽ കൂടെ കടന്നുപോയാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൽ കൂടെ നീ കടന്നുപോയാൽ ആ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഒരിക്കൽ ഇതാ നമ്മളെ ദാവീദിന്റെ ചരിത്രം നോക്കുമ്പോൾ അവൻ ബാല്യപ്രായത്തില്ലേ ആയിരിക്കുന്ന സമയത്ത്, അവന് വനാന്തരത്തിന് ആടുകളെ മേയ്ക്കുന്ന സമയത്ത്, അതെ, ഇസ്രായേലിലെ രാജാവായ ശൗൽ, ആ ശൗലിനെ ഇസ്രായേലിനർക്ക് ഒരു ഫെലിസ്തീനായ ഗോലിയാത്ത് വെല്ലുവിളിച്ചു കൊണ്ടുവന്നു. ഫെലിസ്ത്യ സൈന്യം ഇസ്രായേലിനെതിരെ വന്നു. അതെ, ഏതെങ്കിലും ഒരുവൻ എന്നെ പരാജയപ്പെടുത്തിയാൽ, യുദ്ധം ചെയ്തെന്നെ പരാജയപ്പെടുത്തിയാൽ, ഞങ്ങൾ ഫെലിസ്ത്യരെല്ലാം നിനക്ക് കീഴടങ്ങിക്കൊള്ളാം എന്നാണ് അവൻ്റെ ആജ്ഞ. ആർക്കും അവന് നേരെ പൊരുതുവാൻ കഴിഞ്ഞില്ല, നിൽക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം രാജകീയ അഭിഷേകമുള്ള ദാവീദ് ഈ വസ്തുത അറിഞ്ഞ് ആ യുദ്ധം ഏറ്റെടുത്തു. ശൗൽ അവനെ സമ്മതിച്ചു. അവൻ എന്ത് ചെയ്തു? അതാ ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിൽ പതിയെ പടപൊരുന്ന ആ പോർക്കളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. തൻ്റെ കയ്യിൽ കവണയും ഇതാ സഞ്ചിയിൽ മിനുസമുള്ള 5 കല്ലുമായി അവന് നേരെ ചെല്ലുന്നത് കണ്ട് ആ ഫെലിസ്ത്യനെ പരിഹസിച്ചു. എന്നാൽ ഞാൻ ഇതാ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് അവന് നേരെ തിരിഞ്ഞ് ഇതാ തൻ്റെ കയ്യിലുള്ളതായ കവണയിൽ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് തൊടുത്തവൻ്റെ നെറ്റിമേൽ വിട്ടു. ആ കല്ലവൻ്റെ നെറ്റിമേൽ പതിഞ്ഞ് അവർ നിലംപരിചയായി. അവനെ പുറത്ത് കയറിയിരുന്ന്, അവൻ്റെ ശരീരത്തിൽ കയറിയിരുന്ന് വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ശിരസിനെ എടുത്ത് ഇതാ അവൻ ജയാളിയായി അവിടുന്ന് മടങ്ങിപ്പോയി. അപ്പോൾ നോക്കണേ, ഇവിടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നെന്ന് പറഞ്ഞു. വലിയൊരു ഫെലിസ്ത്യ ശക്തി അവൻ്റെ മുമ്പിൽ നിന്നിട്ടു. അവനെ ഭയപ്പെടാതിരുന്നതിൻ്റെ കാരണം അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, അവൻ ദൈവത്തിൽ ശരണപ്പെട്ടിരുന്നു, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവം എന്നോടുകൂടി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം വിജയമാണ്, എൻ്റെ ജീവിതം യഥാർത്ഥമായും സകലത്തിന്മേലും എൻ്റെ ദൈവം എനിക്ക് ജയം തരും, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും എനിക്ക് ജയം തരുന്നൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രിയമുള്ളവരെ, നീ നാളിൽ എന്തിനെ ഭയപ്പെടുന്നു? ആരെ ഭയപ്പെടുന്നു? നീ ഏത് പ്രതികൂലത്തെയാണ് ഭയപ്പെടുന്നത്? ഏത് ശത്രുക്കളെയാണ് ഭയപ്പെടുന്നത്? നിന്റെ ജീവിതത്തിൽ നിലനിൽപ്പിന് തടസ്സമാകുണ്ടാകുന്ന ഏത് വിഷയത്തെയാണ് ഭയപ്പെടുന്നത്? എന്നാൽ ദൈവം നിന്റെ പക്ഷത്താകുവാൻ നീ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് തിരിയുക. നീ യഥാർത്ഥമായും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. നീ ദൈവത്തോട് ചേരുവാൻ്റെ കോണം കാക്ഷിച്ചുകൊണ്ട് നീ ദൈവത്തെങ്കിലേക്ക് ചെല്ലുക. നീ യഥാർത്ഥമായും നീ ദൈവത്തോട് അടുത്ത് ചെല്ലുമെങ്കിൽ ദൈവം നിന്നോട് അടുത്ത് വരും,
ദൈവത്തിൻ്റെ പക്ഷത്താകും ഈ യുവജനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.